നാവുകൊണ്ട്, വയദിഹി സ്വാധീനം കൊണ്ട്, കരുത്തുകൊണ്ട്, കൈകൊണ്ട് ഉപദ്രവം ചെയ്യാത്തവൻ. ഒരു മുസ്ലിമിനും അവനിൽ നിന്നൊരു ഉപദ്രവം ഉണ്ടാവാൻ പാടില്ല. ഒരു മനുഷ്യർക്കും ഉണ്ടാകരുത്, ഒരു മുഅ്മിനെ പ്രത്യേകിച്ചു. മേക്കെട്ട് കയറാൻ ആരും കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടുന്ന മുഅ്മിനീങ്ങളൊക്കെ മേക്കെട്ട് കയറാൻ. അതിൽ തങ്ങന്മാരുണ്ടാവും, ഉസ്താദുമാരുണ്ടാവും, സാധാരണക്കാരുണ്ടാകും, പണ്ഡിതന്മാരുണ്ടാകും. മുസ്ലിം എന്ന കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോകും. നമ്മൾ ആലോചിക്കേണ്ടത് ഗൗരവമാണ്. സുന്നത്തെ ജമാഅത്തൊക്കെ പിന്നെ ബാക്കിലേ വരുള്ളൂ. ആദ്യം കിട്ടേണ്ടത് ഇസ്ലാമാണ്. ഇസ്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ ലേബിൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ എഴുത്തുകൾ ശ്രദ്ധിക്കണം. പഴിചാരലുകളും ആക്ഷേപങ്ങളും ഇകഴ്ത്തലുകളും കളിയാക്കലുകളും മുസ്ലിം നിർത്തണം. അതിന് മുതിർന്നവർ വഴി കാണിക്കുന്നവരായി മാറണം. പണ്ഡിതന്മാർ ആ ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കണം. സാധാരണക്കാരെക്കാളും പണ്ഡിതന്മാർ അധപ്പതിച്ചു പോകരുത്. വിവരമുള്ള ആളുകൾ അധപ്പതിച്ചു പോകരുത്. മുതഅല്ലിമീങ്ങൾ അധപ്പതിച്ചു പോകരുത്. ദീൻ എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. ഒരു തലപ്പാവ് എന്ന് പറയുന്നത് ഒരു വെള്ള കഷ്ണം മാത്രമല്ല. തലപ്പാവ് എന്ന് പറയുന്നത് ഒരു അമാനത്തിന്റെ അടയാളമാണ്. ആ അമാനത്ത് അറിയില്ലെങ്കിൽ അത് താഴെ വെക്കണം. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഒരു മുസ്ലിമിന് പോലും നിങ്ങളുടെ നാവ് കൊണ്ടോ, നിങ്ങളുടെ സ്വാധീനവും നിങ്ങളുടെ കരുത്തും കൊണ്ടോ, നിങ്ങളുടെ എഴുത്തുകൊണ്ടോ ഒരു മുസ്ലിമിന് വേദനിക്കാൻ പാടില്ല. അന്യായം ചെയ്യരുത്, ഇകഴ്ത്തലുകൾ ഉണ്ടാകരുത്, അഭിമാനം ഇടിച്ചു തകർക്കുന്ന വാക്കുകൾ പറയരുത്. പുണ്യനബി തങ്ങളുടെ അറഫ പ്രഭാഷണമാണിത്. അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗമാണിത്. 23 വർഷത്തെ ദഅവത്ത് കഴിഞ്ഞിട്ട് പുണ്യനബി ചോദിച്ചു, ആരാണ് മുഅ്മിൻ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? അൽ മുഅ്മിനു മൻ അമിനഹുന്നാസ് അലാ അംവാലിഹിം വ അൻഫുസിഹിം. ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റു ജനങ്ങൾക്കെല്ലാം ആ മനുഷ്യനിൽ നിന്ന് ഈ ജനങ്ങളുടെ സമ്പത്തിനോ ശരീരത്തിനോ ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ലെന്ന് ആരെക്കുറിച്ചാണോ നിങ്ങൾക്ക് സുരക്ഷ തോന്നുന്നത്, അയാളാണ് മുഅ്മിൻ. ഒരു വ്യക്തി, ആ മനുഷ്യൻ എൻ്റെ സമ്പത്തോ എൻ്റെ ശരീരമോ എൻ്റെ അഭിമാനമോ ഹനിക്കുകയില്ലെന്ന് അയാളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ മനുഷ്യനെ നിങ്ങൾക്ക് മുഅ്മിൻ എന്ന് വിളിക്കാം. നമ്മളാരും ആരുടെയും ശരീരത്തിനോ അഭിമാനത്തിനോ സമ്പത്തിനോ കളങ്കമുണ്ടാക്കുന്നത് ചെയ്യരുത്, പറയരുത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവരാണ് മുഹാജിറുകൾ എന്ന് നമുക്കറിയാം. എന്നാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു ഹിജ്റയുണ്ട്. അത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തവർ മാത്രമല്ല. അൽ മുഹാജിറു മൻ ഹജറ സയ്യിആത്ത്. തിന്മകളെ വെടിഞ്ഞവരാണ് മുഹാജിറുകൾ. കൂട്ടുകാർ ലഹരി ഉപയോഗിക്കുമ്പോൾ എനിക്കത് വേണ്ടെന്ന് പറയുന്നവർ അല്ലാഹുവിന് വേണ്ടി ഹിജ്റ ചെയ്തവരെ പോലെയാണ്. എല്ലാവർക്കും ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും സർവ്വ പെൺകുട്ടികളും ബുക്കിടാണെന്ന്. അതാ പ്രശ്നം. കല്യാണം ആലോചിച്ച് ചെന്നാൽ ബുക്ക്ഡ്. അതാരും പെരക്കാർക്കും അറിയില്ല. ചിലപ്പോൾ ഓൾക്ക് തന്നെ മൾട്ടിപ്പിൾ ബുക്കിംഗ് ഉണ്ടാവും. എനിക്കത് വേണ്ട, എനിക്ക് ഹലാലിലൂടെ അള്ളാഹു അനുവദിക്കുന്ന എൻ്റെ മാതാപിതാക്കളുടെ പൊരുത്തത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നൊരു ഭർത്താവാണ് എൻ്റെ ബോയ് ഫ്രണ്ടും എൻ്റെ ഫ്രണ്ടും എൻ്റെ കാമുകനും എൻ്റെ ഭർത്താവായിരിക്കണം എന്നാഗ്രഹിക്കുന്നൊരു പെൺകുട്ടി ഹിജ്റ ചെയ്തവളെ പോലെയാണ്. ആൺകുട്ടികൾ അങ്ങനെയാണ്. ഇഷ്ടംപോലെ ഫ്രണ്ട്സ്, 1, 2, 3, 4, 10 എല്ലാവർക്കും ഐ ലവ് യു മെസ്സേജുകൾ. എൻ്റെ കൂട്ടുകാരൊക്കെ അത് ചെയ്യുമ്പോൾ എനിക്ക് അല്ലാഹു ഹലാലിയോട് അനുവദിച്ചത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഹിജ്റ ചെയ്തവനെ പോലെയാണ്. അൽ മുഹാജിറു മൻ ഹജറ സയ്യിആത്ത്. വഞ്ചനയും നുണപറയലും പരിഹാസവും പലിശയും ഗുണ്ടായിസവും ലഹരിയും അരങ്ങ് തകർക്കുമ്പോ ഏത് മക്കളാണോ ഞങ്ങൾക്കിത് പാടില്ലെന്ന് ഞങ്ങളുടെ ദീൻ പഠിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിത് വേണ്ടെന്ന് പറഞ്ഞ് ഒരു സിഗരറ്റ് വലിക്കുന്നത് പോലും ചെയ്യാതെ സുരക്ഷയുടെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ അള്ളാഹുവിന് വേണ്ടി ഹിജ്റ ചെയ്തവരാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഹിജ്റയുണ്ട്. ആ ഹിജ്റ ഹജറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ്.
അൽ മുഹാജിർ, മക്കയെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോയവരാണ് ആദ്യകാല മുഹാജിറുകൾ. മദീനക്കാരായ നാട്ടുകാരെയാണ് അൻസ്വാറുകൾ എന്ന് പറഞ്ഞത്. ഖിയാമത്ത് നാൾ വരെ മുഹാജിറുണ്ട്. മൻ ഹജറ സയ്യിആത്ത്, തിന്മകളെ വേണ്ടെന്ന് വെച്ചവരൊക്കെ മുഹാജിറുകളാണ്. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. വൽ മുഅ്മിനു ഹറാമുൻ അലൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യന് പവിത്രതയുണ്ട്. മറ്റൊരു മുഅ്മിനായ മനുഷ്യൻ ആ പവിത്രതയെ അംഗീകരിക്കണം. കഹുർമതി ഹാദൽ യൗം വലഹ്മുഹു അലൈഹി ഹറാമുൻ അൻ യഅകുലഹു ബിൽ ഗീബതി യഗ്താബുഹു. റസൂൽ പറയാണ്, ഹബീബ് എത്ര തവണയാണ് ആവർത്തിക്കുന്നത്, ഒരു മുസ്ലിമിന്റെ പച്ച ശരീരം നിങ്ങൾ തിന്നരുതേ. യഗ്താബുഹു, ഗീബത്ത് പറഞ്ഞിട്ട്, ഗീബത്ത് പറയുന്നത് ഒരു മനുഷ്യൻ മോശമാണെന്ന് ആ മനുഷ്യന്റെ മുമ്പിലല്ലാതെ പറയും. മുമ്പിൽ പറഞ്ഞാൽ അത് കുറ്റമാണ്, മുന്നിലല്ലാതെ ബാക്ക് എന്ന് പറയാ. മുമ്പ് കണ്ട നല്ല മനുഷ്യനാണ്, ഓ നല്ല വലിയ ആളാണ്, ആളെ കാണുന്നില്ലെങ്കിൽ ആള് മഹാപോക്കാണെന്ന് പറയാ. ഇതാണ് ഗീബത്ത് എന്ന് പറയാ. ഇതൊക്കെ മൂല്യച്യുതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാറ്റിനും അങ്ങോട്ട് നമ്മൾ തലകുനിക്കേണ്ട. തെറ്റുകൾ തെറ്റുകളായിട്ട് ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. ഈ ഉമ്മത്ത് ബസീറത്തിന്റെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിന് ഉൾക്കാഴ്ച വേണം. പുണ്യനബി തങ്ങൾ മാ അഹല്ലഹു ഹലാലുൻ വമാ ഹറമഹു ഹറാം, പുണ്യനബി തങ്ങൾ ഹലാൽ എന്ന് പറഞ്ഞത് ഹലാലാണ്, അവിടുന്ന് പാടില്ലെന്ന് പറഞ്ഞത് പാടില്ലാത്തതാണ്. അതാര് ചെയ്താലും അത് തക്ബീറല്ല വിളിക്കേണ്ടത്. തെറ്റുകൾ തെറ്റുകളാണെന്ന് കണ്ണു തുറന്ന് മനസ്സിലാക്കാനുള്ള തന്റെ ഇടം വിവരമുള്ള ആളുകൾക്ക് വേണം. ഇത് മുത്ത് റസൂലിന്റെ ഉമ്മത്തികളാണ്. ഇതിനെ പിച്ച് ചീന്താൻ എളുപ്പമാണ്, അതിനെ സമ്മതിക്കരുത്. നമ്മളാരും പെർഫെക്റ്റ് അല്ല, എല്ലാം തികഞ്ഞവരാണെന്ന് ആർക്കും അവകാശമല്ല. നമ്മളൊക്കെ മോശപ്പെട്ടവരാ. പക്ഷേ നമ്മൾ റസൂലുള്ളാന്റെ ആ ഒരു പതാകക്കു താഴെയാണ് നിൽക്കുന്നത്. ആ ഹബീബിനെ വേദനിക്കുന്നതാണ് നമ്മൾ തമ്മിൽ തല്ലുന്നത്, നമ്മൾ പഴിചാരുന്നത്, നമ്മൾ പരസ്പരം ചീത്ത വിളിക്കുന്നത്. ഹബീബിന് പൊറുക്കൂല. അതുകൊണ്ട് നമ്മളത് ചെയ്യരുത്. ഇത്രയേ പറയുള്ളൂ. നമ്മൾ മുന്തിയ ആൾക്കാരായതുകൊണ്ടല്ല, നമ്മളൊക്കെ മോശപ്പെട്ടവരാണ്. പക്ഷെ ഹബീബിന്റെ ഉമ്മത്തികൾ എന്ന നിലയിൽ ഈ ഉമ്മത്തിനൊരു ബറക്കത്തുണ്ട്, ഒരു ഹുർമത്തുണ്ട്. ആ ഹുർമത്തിനെ നമ്മൾ പിച്ച് ചീന്തരുത്. പുണ്യനബി ഞങ്ങൾ പറയാ, ഗീബത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു മുസ്ലിമിന്റെ ശരീരം തിന്നരുതേ. വഅർദുഹു അലൈഹി ഹറാമുൻ അൻ യദ്ലിമ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ നോക്കണം. അവസാനമായി സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം കൂടെ തങ്ങൾ ചെയ്തു. കുല്ലു റിബൻ മിൻ റിബൽ ജാഹിലിയ്യതി മൗദൂ. എല്ലാ പലിശ ഏർപ്പാടുകളും ഞാനിതാ എൻ്റെ കാലിൻ്റെ താഴെ ചവിട്ടി താഴ്ത്തുകയാണ്. പലിശ ഏർപ്പാടുകളെന്നുണ്ടായിരുന്നു, പക്ഷേ പലിശ ഇടപാടുകൾ ഇസ്ലാം നിഷിദ്ധമായി എതിർത്തു. അത് പാടില്ല. മനുഷ്യനെ ചൂഷണം ചെയ്യരുത്. ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ ആ മനുഷ്യൻ നിങ്ങൾ സഹായിക്കുക. ആ സഹായം കടമായിട്ട് കൊടുക്കാം, ദാനമായിട്ട് കൊടുക്കാം, സ്വതക്കയായിട്ട് കൊടുക്കാം. ആ ദാനം നിങ്ങൾ ഒരു കടമായിട്ടാണ് കൊടുത്തതെങ്കിൽ ആ കടം തിരിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾ ആ ചെയ്ത എമൗണ്ട്, കൊടുത്ത എമൗണ്ട് ഓരോ ദിവസവും ദാനം ചെയ്ത കൂലി അള്ളാഹു നിങ്ങൾക്ക് തരും. പിന്നെ വാങ്ങിക്കുന്നവൻ തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടെയും നിയ്യത്തോടെയും മാത്രം വാങ്ങിച്ചാൽ മതി. പലിശക്ക് കൊടുക്കരുത്, പലിശക്ക് വാങ്ങിക്കരുത്. നിർബന്ധിതാവസ്ഥയിൽ ചില ആളുകൾക്ക് പലിശക്ക് വാങ്ങിക്കേണ്ടി വന്നേക്കാം. അതവരും പടച്ചവനും അറിയുന്ന വിഷയമാ. പക്ഷെ കൊടുക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന കുറ്റം ഭയാനകമായ കുറ്റമാണ്. കുല്ലു റിബൻ മിൻ റിബൽ ജാഹിലിയ്യതി മൗദൂ' വഅവ്വലു റിബൻ നദഉഹു റിബൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. എന്റെ അളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് പലിശ ഏർപ്പാടുകൾ ചെയ്തിരുന്ന ആളാണ്. അബ്ബാസ് തങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ കാശ് വാങ്ങിയത് ആ കാശ് മൂല്യം അതുപോലെ തിരിച്ചു കൊടുക്കുക. കാലം മുന്നോട്ട് പോകുമ്പോൾ വേരിയേഷൻ വരും, അത് മനുഷ്യർ സഹിക്കണം എന്നാണ്. ഇന്ന് 100 രൂപ, നാളെ 100 തിരിച്ചു തരുമ്പോ നാളെ 100, 110ന്റെ മൂല്യമുണ്ടായിരിക്കാം. ആ വ്യത്യാസം മനുഷ്യന് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം. ചൂഷണം ചെയ്യരുത് മനുഷ്യനെ. ഗതികേട് കൊണ്ടല്ലേ കടം ചോദിക്കുന്നത്. മനുഷ്യത്വം നിലനിൽക്കണമെന്നാണ് ഇസ്ലാം പറയാ. അധ്വാനിക്കാതെ മേയും കയ്യും അനങ്ങാതെ ഉള്ള പൈസയെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ പരിപാടി അത് ബാങ്ക്രപ്സിയാണ്. സാമ്പത്തികമായ അരാജകത്വം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്ലാം പലിശ പാടില്ലെന്ന് പറഞ്ഞത്. മനുഷ്യനെ സഹായിക്കണം, ചൂഷണം ചെയ്യരുത്.
പലിശ എന്നത് ചൂഷണമാണ്. അതുകൊണ്ട് ജാഹിലിയ കാലങ്ങളിൽ തുടർന്നു പോന്നിരുന്ന പലിശകളിൽ ആദ്യത്തെ പലിശ ഞാൻ അസാധുവായി പ്രഖ്യാപിക്കുന്നത് എൻ്റെ കുടുംബക്കാരനും എൻ്റെ പിതാവിൻ്റെ അനിയനുമായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പലിശ ഏർപ്പാടുകളാണ്. മൂല്യം എത്രയാണോ നിങ്ങൾ വാങ്ങിച്ചത് അത് തിരിച്ചു കൊടുക്കുക. പലിശ നിങ്ങൾ കൊടുക്കേണ്ടതില്ല. നിങ്ങളാരും ഇതുവരെ ചെയ്ത ഏർപ്പാടുകളിൽ നിങ്ങളുടെ മൂലധനം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിക്കാം. എന്നാൽ 1 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര ശതമാനം കൂടുതൽ, 10 കൊല്ലം കഴിഞ്ഞാൽ ഇത്ര കൂടുതൽ, ഇങ്ങനെ പറഞ്ഞ് മനുഷ്യന്റെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ബാങ്കുകളിൽ കൊണ്ടുപോയി വെച്ചതിന്റെ പേരിൽ ഒന്ന് ഉറങ്ങാൻ പറ്റാത്ത എത്ര വീട്ടുകാർ നമ്മുടെ നാടുകളിലുണ്ട്. 2 ലക്ഷം രൂപയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. തിരിച്ചടക്കാൻ പറ്റാത്തത് 10ഉം 20ഉം 50ഉമായിട്ട് ഒരു മനുഷ്യന്റെ ചങ്കിന് മുറുക്കി പിടിച്ച് ഒന്ന് ഉറങ്ങാനും ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെടുന്ന വിധം പലിശയുടെ കരാള ഹസ്തങ്ങളിലേക്ക് പാവപ്പെട്ടവന്റെ ജീവിതം ഞെരിഞ്ഞമരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപനം ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണിത്. ഹബീബിവിടെ പറയുന്നത്, ഞാൻ പോവാണ്, എൻ്റെ മോള് ഫാത്തിമയെ നിങ്ങൾ നോക്കണേ, എൻ്റെ ഭാര്യമാർ ആയിഷ ബീവി അടക്കമുള്ളവര് അവർക്ക് വരുമാനമില്ല കേട്ടോ, നിങ്ങൾ അവരെ തിന്നാൻ കൊടുക്കണേ. ഇതൊന്നും തങ്ങൾ പറഞ്ഞില്ലല്ലോ. തങ്ങൾ പറഞ്ഞത് മുഴുവൻ മനുഷ്യർക്ക് വേണ്ടിയാണ്. അതാണ് ഹബീബിന്റെ ക്വാളിറ്റി. മനുഷ്യർക്ക് വേണ്ടിയാണ് ഹബീബി പറഞ്ഞ വാക്കുകളൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു അന്ത്യപ്രഭാഷണം ചെയ്തുകൊണ്ടാണ് അറഫ മരുഭൂമിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇസ്ലാം നിങ്ങൾക്ക് പരിപൂർണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മേൽ ഞാൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇസ്ലാം അനുവദിച്ചത് നമുക്ക് ഗുണമുള്ളത് തന്നെയാണ്. ഇസ്ലാം നമ്മളോട് വേണ്ടെന്ന് പറഞ്ഞത് നമുക്കും സമൂഹത്തിനും ഉപദ്രവമുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ എന്താ പ്രയാസമുള്ളത്? ആ ദീൻ മൻ റദിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിന്റെ റബ്ബാണെന്ന് പൊരുത്തപ്പെടുകയും വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം ദീനാണെന്ന്, വബി മുഹമ്മദിൻ നബിയ, പുണ്യ നബി തങ്ങൾ നമ്മുടെ റസൂലാണെന്ന് പൊരുത്തപ്പെടുകയും ചെയ്താൽ ഒരു മനുഷ്യന് ഈമാനിന്റെ മധുരമറിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് വിശുദ്ധ കഅബാലയം, വിശുദ്ധ ഹജ്ജ്, അതുപോലെ ഉംറയും പുണ്യനബി തങ്ങളുടെ പരിശുദ്ധ സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നവരിൽ ഉണ്ടാകാം. അള്ളാഹുരുടെ യാത്രയും അവരുടെ നുസുക്കുകളും അവരുടെ മുറാദുകളും അള്ളാഹു ഖൈറിലും സലാമത്തിലുമാക്കി അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ, ഉംറയും തവാഫുകളും സിയാറത്തുകളും ഹജ്ജും ഉംറകളും ഒക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹജ്ജിന് പോകാൻ നിയ്യത്ത് ചെയ്തവർ അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അള്ളാഹു അവർക്കതിനെല്ലാ തൗഫീഖും നൽകട്ടെ. അത് നിർവഹിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പോയവർക്ക് അള്ളാഹു ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.